പാലക്കാട് മദ്യനിർമ്മാണശാലയ്ക്ക് സംസ്ഥാന സർക്കാർ അനുമതി നൽകിയതിൽ പ്രതിഷേധം ശക്തമാകുന്നു. വിവിധ മണ്ഡലം കമ്മിറ്റികളിൽ ആണ് ഇത്തരം സമരങ്ങൾ നടക്കുന്നത്. മലമ്പുഴ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിന് മുമ്പിൽ നിന്ന് ശിവദാസ് കന്മനം തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. സംസ്ഥാന സർക്കാർ മദ്യ കമ്പനിക്ക് പാലക്കാട് അനുമതി നൽകിയതിൽ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. പ്രത്യേകിച്ച് BJPയുടെ നേതൃത്വത്തിൽ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടക്കുന്നത്. മലമ്പുഴ മണ്ഡലം കമ്മിറ്റിയുടെയും അതോടൊപ്പം തന്നെ പുതുശ്ശേരിയിലും പാലക്കാട് മണ്ഡലം കമ്മിറ്റിയുടെയും നേതൃത്വത്തിലെല്ലാം തന്നെ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയരുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് പ്രത്യേകിച്ച് ഈ ഒരു വിഷയത്തിൽ മദ്യ കമ്പനിക്ക് അനുമതി നൽകിയതിലൂടെ പ്രതിപക്ഷ സംഘടനകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഈ അനുമതി സർക്കാർ പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് പാലക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി ഓഫീസിന് മുൻപിൽ കൽമണ്ഡപത്തെ വാട്ടർ അതോറിറ്റി ഓഫീസിന് മുൻപിൽ പ്രതിഷേധം നടത്തിയിരുന്നു. അതോടൊപ്പം തന്നെ മലമ്പുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേരള വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിന് മുൻപിലും ഇപ്പോൾ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ തുടർച്ചയായി വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഈ മദ്യ കമ്പനിക്ക് ഇവിടെ അനുമതി നൽകിയതിലൂടെ പ്രതിപക്ഷ സംഘടനകളുടെ ഭാഗത്തുനിന്നും BJPയുടെ അടക്കം ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒരു അനുമതി പിൻവലിക്കും വരെ ഇത്തരത്തിൽ ശക്തമായ ഒരു പ്രതിഷേധം തുടരും എന്ന് തന്നെയാണ് സംഘടനകൾ പറയുന്നത്. യുവമോർച്ചയും അതോടൊപ്പം തന്നെ BJP നേതാക്കളും എല്ലാം തന്നെ അത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെ അറിയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പാലക്കാട് നമുക്കറിയാം വലിയ രീതിയിൽ കുടിവെള്ള ക്ഷാമം രൂക്ഷമായി നിലനിൽക്കുന്ന ഒരു ജില്ല കൂടിയാണ്. അത്തരത്തിൽ പ്രത്യേകിച്ച് മലമ്പുഴയിൽ ഇത്തരത്തിൽ വേനൽക്കാലം എത്തുമ്പോൾ പോലും വലിയ രീതിയിൽ രൂക്ഷമായ കുടിവെള്ളം നിലനിൽക്കുന്ന ഒരു മേഖല കൂടിയാണ്. ആ സമയത്ത് കുഴി ഉണ്ടാക്കി അവിടെ നിന്നും വെള്ളം ശേഖരിച്ചാണ് പലപ്പോഴും വീടുകളിൽ അടക്കം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഇവിടെ മദ്യ കമ്പനിക്ക് വേണ്ടി ഈ രീതിയിൽ ഒരു അനുമതി സർക്കാർ നൽകുന്നത്. 30 ലക്ഷം ലിറ്ററോളം കുടിവെള്ളം ഇതിനു വേണ്ടി ആവശ്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അതെല്ലാം തന്നെ മലമ്പുഴയിൽ നിന്നും ശേഖരിക്കാനുള്ള ഒരു നീക്കമാണ് നടക്കുന്നത്. അത്തരത്തിലുള്ള അനുമതിയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുടിവെള്ളക്ഷാമം മുട്ടിക്കുന്ന ഇത്തരത്തിലുള്ള ഒരു പദ്ധതിക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉണ്ടാകുന്നു. ഈ ഒരു അനുമതി പിൻവലിക്കണം എന്നാണ് പ്രധാനമായും പ്രതിപക്ഷ സംഘടനകളുടെയും BJPയുടെയും എല്ലാം തന്നെ ആവശ്യം.